കൂട്ടാനല്ല ഞാൻ പറയുന്നത്. അള്ളാഹുവിലേക്ക് നമ്മൾ ഖൽബ് തിരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അപ്പോൾ തന്നെ ഉത്തരം കിട്ടുന്ന ധാരാളം മഹാന്മാരുണ്ട്. പക്ഷേ അവരുടെ സവിശേഷത എന്താണ്? അവർ അള്ളാഹുവിന് നീണ്ട സമയം നിസ്കരിക്കുന്നവരാണ്. അല്പവും അഹങ്കാരമില്ലാത്തവരാണ്. മഹാനായ ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു വലിയ വഅദ് പറയുന്ന പണ്ഡിതനാണ്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് തിരിച്ചു പറയുകയാണ് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. അബാ സുലൈമാൻ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ പറഞ്ഞത്. അവിടുന്ന് നബിതങ്ങളുടെ സന്താന പരമ്പരയിലാണല്ലോ എന്നത് സൂചിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മറുപടി നബിതങ്ങളെ പരമ്പരയിലായിട്ട് ആ നബിതങ്ങളോടുള്ള ബന്ധം പുലർത്തിയിട്ട് എന്റെ ജീവിതം ക്ലിയറാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരിക്കലും അവർക്ക് അഹങ്കാരമില്ല. അവർക്ക് വളരെ വിനയത്തോടെ ഞാനൊരു വലിയവനാണെന്ന തോന്നലില്ലാത്ത ജീവിതമല്ലാതെ അവര് ജീവിക്കാറില്ല. അബൂ ജഅഫറിൽ മൻസൂർ ഭരണാധികാരിയാണ്. ദേഷ്യം പിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നത്. ഇത്തഖദക അഹ്ലുൽ ഇറാഖി ഇമാമാ. മഹാനവറുകൾ അവിടെ ചെന്നപ്പോ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു, ഇറാഖുകാര് നിങ്ങളെ ഭരണാധികാരിയാക്കിയിരിക്കുന്നു. അവരുടെ സ്വത്തുക്കളുടെ സക്കാത്തൊക്കെ നിങ്ങളെ സമീപത്തേക്ക് കൊണ്ടുവരുന്നു. അതേ, അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അബൂ ജഅഫറിൽ മൻസൂർ പറയുന്നു ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ചു വരുത്തിയിട്ടാ പറയുന്നത്, നിങ്ങളെ ഇറാഖുകാര് ഭരണാധികാരിയാക്കിയല്ലേ, എന്നിട്ട് സകാത്തൊക്കെ നിങ്ങളെ കയ്യിലെത്തിക്കുകയാണല്ലേ. എന്റെ അധികാരത്തിൽ നിങ്ങൾ ഒരു അതായി എതിരാളിയായി, നിങ്ങൾ പാരലായി എനിക്ക് സമാനമായി വരികയാണല്ലേ. അല്ലാഹു തആല എന്നെ കൊന്നുകളയും, നിങ്ങളെ കൊന്നില്ലെങ്കിൽ ഭീഷണിയാണ്, ഭരണാധികാരിയുടെ ഭീഷണിയാണ്. മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഒരൽപ്പവും പരിങ്ങിയില്ല. അവിടുന്ന് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, തിരിച്ച് ഇങ്ങോട്ട് കൊല്ലൂന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് കൊല്ലുമെന്ന് ഭീഷണിയില്ല, പ്രകോപനത്തിന്റെ ശൈലിയില്ല. ഭരണാധികാരിയെ വിളിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഭരണാധികാരി. ഇന്ന സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉതിയ ഫശകറ, സുലൈമാൻ നബിക്ക് അല്ലാഹു തആല അധികാരം കൊടുത്തു, ധാരാളം പണം കൊടുത്തു, എല്ലാം കൊടുത്തു. ഫശകറ, സുലൈമാൻ നബി അലൈഹിസ്സലാം നന്ദി കാണിച്ചു. നന്ദിയേട് കാണിച്ചിട്ടില്ല. വഇന്ന അയ്യൂബ അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം ഉബ്തുലിയ, പരീക്ഷിക്കപ്പെട്ടു, കടുത്ത വേദനയുള്ള രോഗം കൊടുത്ത് പരീക്ഷിക്കപ്പെട്ടു. ഫസബറ, അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചു നിന്നു. വഇന്ന യൂസുഫ് അലൈഹിസ്സലാം ദുലിമ, യൂസുഫ് നബി അലൈഹിസ്സലാം മർദ്ദിതനായി, യൂസുഫ് നബിയെ മർദ്ദിക്കപ്പെട്ടു. ഫഗഫറ, മഹാനവറുകൾ അതിനൊന്നും പകരം ചെയ്തില്ല. മർദ്ദിച്ചവരൊക്കെ കൊട്ടാരത്തിലെത്തിയപ്പോ അവരോടൊന്നും കംപ്ലൈന്റ് ഇല്ല, പരാതിയില്ല. ലാ തഥരീബ അലൈക്കുമുൽ യൗം, മനസ്സിലൊരു വിദ്വേഷവുമില്ലാതെ എല്ലാവർക്കും അപ്പ് കൊടുത്തു. ഇതങ്ങ് കേട്ടപ്പോ ഈ മൂന്ന് അമ്പിയാക്കളുടെ
ജീവിതത്തിലെ രീതി അങ്ങ് കേട്ടപ്പോ ഭരണാധികാരിയുടെ മനസ്സിലെ വെറുപ്പ് മുഴുവനും നീങ്ങിപ്പോയി. നല്ല സന്തോഷത്തോടെ, നല്ല മുഖത്തോടെ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കുന്നു. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തി പറയുന്നു. ഭരണാധികാരികൾ ഭീഷണിപ്പെടുത്തിയാൽ അതിന് പകരം പ്രകോപനമുണ്ടാക്കുന്ന വാക്ക് പറയരുത്, പ്രകോപനമുണ്ടാക്കുന്ന മുദ്രാവാക്യം വിളിക്കരുത്, പ്രകോപനമുണ്ടാക്കുന്ന ശൈലി ഉണ്ടാകരുത്. നമുക്കെല്ലാ വിഷയങ്ങളും മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് സന്തോഷത്തോടെ ആദരവ് പിടിച്ചുപറ്റി ഇറങ്ങി വന്നപ്പോൾ ആളുകളൊക്കെ ചോദിച്ചു മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങളവിടെ ചെന്നപ്പോ എന്താ ചൊല്ലിയത്? നിങ്ങളെ കൊല്ലാൻ വേണ്ടിയല്ലേ ഭരണാധികാരി വിളിച്ചത്? നിങ്ങളവിടെ എത്തിയാലെന്താ ചൊല്ലിയത്? അവിടുന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹർസിനി ബിഐനികല്ലതീ ലാ തനാം, അല്ലാഹുവേ എന്നെ നീ കാക്കണേ, നീ എന്നെ കാക്കണേ, നീ ഉറക്കില്ലാത്തവനാണല്ലോ, എപ്പോഴും കാവൽ നൽകുന്നവനാണല്ലോ, നീ നിന്റെ സംരക്ഷണത്തിലാക്കണേ. നിന്റെ സംരക്ഷണത്തിൽ എന്നെ നീ ചേർക്കണേ. എനിക്ക് മാപ്പ് നൽകണേ. ഒരു റിപ്പോർട്ടിൽ വർഹംനി ബിഖുദ്റതിക അലയ്യ, നിനക്ക് എന്റെ മേൽ കഴിവുണ്ടല്ലോ, ആ കഴിവുകേന എനിക്ക് കാരുണ്യം ചെയ്യണേ. ഞാൻ നശിപ്പിക്കപ്പെടരുത്. അന്ത റജാഇ, നീ എന്റെ പ്രതീക്ഷയാണ്. അല്ലാഹുമ്മ ഇന്നക അജല്ലു വഅകറു മിമ്മാ ഖാഫു വഅഹ്ദുർ, അതേ ഞാൻ ഭയപ്പെടുന്നതിനേക്കാൾ, ഞാൻ ആശങ്കപ്പെടുന്നതിനേക്കാൾ നീ വലിയവനാണല്ലോ, എന്റെ പ്രതീക്ഷ നീയാണ്. അല്ലാഹുമ്മ ബികാദ് ഫൗഫി നഹരി, അദ്ദേഹത്തിന്റെ നെഞ്ഞിൽ നിന്നെ കൊണ്ട് ഞാൻ തടുക്കുകയാണ്. വഅഊദു ബിക മിൻ ശർരി, അദ്ദേഹത്തിന്റെ നാശത്തിൽ നിന്ന് നിന്നോട് കാവലാക്കുകയാണ്. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു ചെയ്ത ദുആ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഹദ്ദസനി അബി അൻ ജദ്ദി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പിതാവ്, എന്റെ വലിയാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖാല മൻ അൻഅമല്ലാഹു അലൈഹി ബിനിഅമത്തിൻ, വല്ലവർക്കും അല്ലാഹു അനുഗ്രഹം ചെയ്താൽ ഫലിയഹ്മദില്ലാഹ്, അവർ അല്ലാഹനെ സ്തുതിക്കട്ടെ.